ഹലോ ഗായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ മോര് വഴുതനങ്ങ കറി. അതായത് വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തിരുമ്പി പാനിലിട്ട് വറുത്തെടുത്തിട്ട് മോരിലേക്ക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ വറുത്ത് അതിനകത്തേക്ക് തട്ടുക. ചോറിന് നല്ല ഉഗ്രം കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചെറിയ വീഡിയോ ചെയ്യുന്നുള്ളൂ, വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ട് വരാം ഞങ്ങൾ. അപ്പോൾ നമ്മളതിലേക്ക് താളിക്കണം കേട്ടോ. വറ്റൽമുളക് കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു. ഇനി ഉള്ളി, ജീരകം ഇതെല്ലാം കൂടെ വറുത്ത് നമ്മളതിലേക്ക് ഇടണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. 2 ദിവസമായിട്ട് വീഡിയോയ്ക്കൊന്നും വന്നിട്ടില്ല. വരികയാണേ, പൊട്ടിക്കൊണ്ടിരിക്കണേ. ഇതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി വഴറ്റിയിട്ട് നല്ലോണം വഴറ്റണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാം കൂട്ടാൻ കരിമീൻ വറുത്തത്, കരിമീൻ പൊരിച്ചത്. ഓരോരോ നാട്ടിലേക്ക് ഓരോരോ കാര്യങ്ങളാണ് പറയുക. വറുത്തത് പറയും, പൊരിച്ചത് പറയും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് രണ്ടും പറയും. പൊരിച്ചതെന്നും പറയും, വറുത്തതെന്നും പറയും. അപ്പോൾ ഒരാളെ കൂട്ടുള്ളൂ. അപ്പോൾ ഒരു കഷ്ണം മാത്രമേ ഞങ്ങൾ വറുത്തിട്ടുള്ളേ. ബാക്കി വൈകുന്നേരത്തേക്ക് വറക്കാച്ച് വെച്ചിരിക്കുകയാണ്. മുളകൊക്കെ തിരുമ്പി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരത്തേക്ക്. ഇപ്പോൾ ഒരാൾക്കുള്ള വറുത്തു. ഇപ്പോൾ ചാറുകറിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, വഴുതനങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടെ നമ്മൾ മീനിൽ തിരുമണ പോലെ തിരുമ്മിയിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് അത് എണ്ണയിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് തൈരിലേക്ക് കൊട്ടുക. എന്നിട്ട് ഉള്ളി, കടുക്, ജീരകം, കറിവേപ്പില, കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് കൊട്ടുക. ഒരു കറി റെഡി ആട്ടോ. വഴുതനങ്ങ മറക്കണ്ട. ഓക്കെ, ബായ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വറുത്ത് കൊട്ടി കറി.